മദീന പള്ളിയുടെ ഉള്ളിൽ സ്വഹാബത്തൊക്കെ തടിച്ചുകൂടിയ സമയം 3 ദിവസം തങ്ങൾ ആവർത്തിച്ച് സ്വർഗ്ഗക്കാരന്റെ വിശേഷണം പറഞ്ഞ ഒരാള് പള്ളിയിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ 3 ദിവസവും സ്വഹാബത്ത് കണ്ടത് അവരിടയിൽ അത്ര പ്രഗത്ഭനും പ്രമുഖനൊന്നും അല്ല, സ്വഹാബിയാണ്, ഒരു പാവപ്പെട്ട മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യനുള്ള ഗുണം അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചറിഞ്ഞപ്പോ ആ സ്വഹാബി എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ ചെയ്യുന്ന അമലെ ഞാനും ചെയ്യുന്നുള്ളൂ, സ്പെഷ്യൽ നിസ്കാരമൊന്നുമില്ല, സ്പെഷ്യൽ നോമ്പൊന്നുമില്ല. പിന്നെ എനിക്കുള്ളൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ, മാ വജത്തു അലാ അഹദിൻ മിനൽ മുസ്ലിമീന ഫീ ഖൈരിൻ ആതാഹു അല്ലാഹു ഇയ്യാഹു ഐബൻ വലാ ഹസദാ. അതിനാ കഴിയേണ്ടത്. ഏതൊരു മുസ്ലിമിന് എന്തൊരു ഖൈർ അല്ലാഹു തആല കൊടുത്താലും എനിക്കതിലൊരു കുറവും ഒരു പോരായ്മയും തോന്നാറില്ല, എനിക്കതിലൊരു ഹസദും തോന്നാറില്ല. കഴിയോതിന് നമ്മളെക്കാളും കേമമായ ഒരു വീട് കാണിച്ചെന്ന ഒരു സുഹൃത്ത് കാണിച്ചെന്ന ആ വീട് നമ്മളെക്കാളും കുറച്ച് കെങ്കേമായ വീടാണ്, നമ്മളെന്ത് പറയും? അങ്ങനെ വീടുണ്ടാക്കൽ എന്തായാലും സിറ്റ് ഔട്ടൊക്കെ എന്ത് വെറുതെ പൈസ ചെലവാക്കിയില്ല, നല്ല വീട്, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളെ കണ്ണില് ദഹിക്കണ്ടേ, കൽബില് ദഹിക്കണ്ടേ, ഒന്ന് സമ്മതിക്കണ്ടേ, അൽഹംദുലില്ലാഹ് റാഹത്തുണ്ട് എന്ന് പറയണ്ടേ? നോക്കടാ, നമ്മളൊപ്പം പഠിച്ച കൂട്ടുകാരന്റെ വാഹനാണ് ഇതാ അയാൾ വാങ്ങാൻ കണ്ട് ഒരു കുഴപ്പമില്ല, നല്ല വാഹന. പക്ഷെ നമുക്ക് ദഹിച്ചില്ല, ദഹിക്കാത്തോണ്ട് നമുക്ക് കറ വന്നു. അന്നില്ലേ സഹോദരങ്ങളെ, കറ വരാറില്ലേ? കൽബിന്റെ കുറവാ, കൽബിന്റെ മേന്മയുടെ കുറവാണ്. അള്ളാഹു ആർക്ക് എന്ത് ഖൈർ കൊടുത്താലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു വിഷയം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹിയല്ലതി ബല്ലഗതു ബിക്, നിങ്ങളെ സ്വർഗ്ഗത്തിലെത്തിച്ച കാര്യം ഇത് തന്നെയാണ്.